ഹലോ നമസ്കാരം എല്ലാവർക്കും. NH66 എന്ന പേരിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് ന്യൂ ചാനലിലെ ബ്രാൻഡ് ന്യൂ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ്. കറക്റ്റ് പറഞ്ഞാൽ തിരുവള്ളൂർ റോഡിൽ നിന്ന് വടകര ഹൈവേയിലേക്ക് കയറുവാണ്. അപ്പോൾ ആയിരക്കണക്കിന് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ റോഡിൻ്റെ വർക്ക് സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതുവരെ ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് കാര്യം മനസ്സിലായത്. നമ്മളിപ്പം തിരുവള്ളൂരിൽ നിന്ന് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വണ്ടി കണ്ണൂർ ഭാഗത്തേക്ക് എങ്ങനെ പോകണം എന്നൊരു സംശയമായിരുന്നു. ഇന്ന് ഇത് കണ്ടപ്പോഴാണ് എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി ഈ തിരക്കിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വീണ്ടും വലത്തോട്ടൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ കൂടെ കയറി കഴിഞ്ഞാൽ, അതായത് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് റോഡിൽ കയറിയിട്ട് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകാമെന്ന്. അതേ തന്നെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന ബസ്സിന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അടുത്ത ഭാഗത്ത് റോഡുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നാട്ടിൽ പെയ്യുന്ന ശക്തമായ മഴ കാരണം എന്തൊക്കെയാണ് ട്രാഫിക് ബ്ലോക്കുകൾ, നമ്മളെ NH66 വർക്ക് എന്തായിട്ടുണ്ട്, റോഡിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളിപ്പോൾ കൂരിയാടൊക്കെ റോഡ് തകർന്നൊക്കെ ഒരുപാട് വീഡിയോസെല്ലാം കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് വടകരയും പരിസരത്തും എന്താണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ, അത് ഈ ഒരു മഴയ്ക്ക് ശേഷം അല്ലെ ഈ ഒരു മഴ പെയ്യുമ്പം എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ നൽകാൻ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയ് 26-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭാരം കയറ്റിയ വാഹനങ്ങൾ, അതായത് വലിയ ദീർഘദൂര ലോറികളും ട്രെയിലർ അങ്ങനത്തെ വലിയ വാഹനങ്ങളൊക്കെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവള്ളൂർ ചാനങ്കടവ് വഴി പേരാമ്പ്ര വഴി തിരിച്ചു വിട്ടത് കൊണ്ട് റോഡിൽ ബ്ലോക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓരോരോ ജംഗ്ഷൻ എത്തുമ്പം ആ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു റഷ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പം വടകര നിന്ന് വിടുമ്പം അത് വടകര പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഒരു തിരക്കുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പയ്യോളി എത്തുമ്പം പയ്യോളി ടൗണിലേക്ക് കയറുന്ന ആ ഒരു സ്വാഭാവിക റഷ് മാത്രമേ ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. വലിയ ദീർഘദൂര വണ്ടിയാണെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പോലീസുകാർ തിരുവള്ളൂർ വഴി, അതായത് ചാനിയങ്കടവ് വഴി തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് വാഹനങ്ങൾ അതുവഴിയാണ് പോയത്. അപ്പോൾ പ്രത്യേകിച്ച് റോഡിൽ ട്രാഫിക് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാക്സിമം സർവീസ് റോഡിലൂടെയാണ്. കാരണം സർവീസ് റോഡിൽ കൂടെയുള്ള യാത്ര എന്തുമാത്രം സുഖകരമാണെന്ന് അറിയാൻ കൂടി വേണ്ടിയാണ്, ഒരു എക്സ്പീരിയൻസിന് കൂടി വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഒരാഴ്ച മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യമായിരുന്നു, ഈ NH66 ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കേഴ്സിന് അതിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നിട്ടൊരു സർക്കുലർ, അതായത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സർക്കുലർ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതും കൂടി അറിയാൻ വേണ്ടിയാണ് എന്തുമാത്രം നമുക്ക് സർവീസ് റോഡിലൂടെ നമുക്ക് ദീർഘദൂര യാത്ര ബൈക്കിന് ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് അതും കൂടി നോക്കുന്നുണ്ട്. ഇത് നമ്മളെ E5 ചെയ്ത കോൺക്രീറ്റ് റോഡാണ്. സത്യം പറയാം ഒട്ടും സ്മൂത്തല്ല, നല്ല അടി വരുന്നുണ്ട്. ഇപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ മൂരാട് പാലം കഴിഞ്ഞ് ഓയിൽ മില്ല് ജംഗ്ഷൻ, അപ്പം ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് 3 ദിവസം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കാരണം വെച്ചാൽ നമ്മളെ മാങ്ങൂപ്പാറ മുതൽ ഇരിങ്ങൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന നമ്മളെ സർവീസ് റോഡുണ്ടല്ലോ, സത്യം പറയാം വളരെ മികച്ച, ഭയങ്കര സ്മൂത്തായി തോന്നി കേട്ടോ. ആ ഒരു കുറച്ച് ഏരിയയിലുള്ള ഈ ഒരു സർവീസ് റോഡ്, വാഗാട് ചെയ്ത സർവീസ് റോഡ് അടിപൊളിയാണ്, മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ട് ആ ഒരു കുറച്ചൊരു ഏരിയയിൽ.
ഇത് നമ്മളെ കുറ്റിയിൽ പീടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിലൂടെയുള്ള വണ്ടി പോകുന്ന സർവീസ് റോഡ് ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇതിനിപ്പം വാഗാടും അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ കാണാൻ പറ്റും ഈ ഒരു സർവീസ് റോഡിൽ കുറച്ച് അധികം സ്ഥലം നമുക്ക് ഒരിക്കലും നടന്നു പോകാൻ പോലും പറ്റാത്തത്ര വെള്ളത്തിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ഒരു കാരണവശാലും ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാനാവില്ല. അത്രയും വെള്ളക്കെട്ടുണ്ട് ഇവിടെ. അപ്പോൾ തിരിച്ച് പോരുന്നു ഇവിടുന്ന്. എൻ്റെ ചെറുതറിൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ അതിൻ്റെ ഒരു തുടക്കക്കാരൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം ഈ ഒരു അപ്ഡേഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ എഴുതുക. അപ്പോൾ അത്രമാത്രമാണ് ഇതിനിടയ്ക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സർവീസ് റോഡിലൂടെയുള്ള ഈ ഒരു യാത്ര പയ്യോളി ടൗണിലേക്ക് കയറാൻ പോകുന്നത്. അപ്പം ടൗണിലേക്ക് കയറുമ്പോൾ ഒരു കുഞ്ഞു ട്രാഫിക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മളെ മേപ്പയ്യൂർ റോഡിൽ നിന്ന് നമ്മളെ ഹൈവേയിലേക്ക് വന്ന് കയറുന്ന ആ ഒരു റഷ് മാത്രമാണ് ഇവിടെ കാണാൻ ഉള്ളത്. കാരണം വെച്ചാൽ റോഡ് ഫുള്ള് കാലിയായിരുന്നു. വലിയ വാഹനങ്ങളൊന്നുമില്ല. അത്യാവശ്യം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും പ്രൈവറ്റ് ബസ്സും മാത്രമേ റോഡിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാറുകളും ലോറിയും അത്തരം ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒരു സാധനവും നമ്മളെ റോഡിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. കാരണം വെച്ചാൽ ആ ഒരു 407 വലിയൊരു കുഴിയിലേക്ക് പോയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി കുറച്ച് നേരം അവിടെ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. പയ്യോളി കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ സർവീസ് റോഡിൽ വെള്ളക്കെട്ടുണ്ട്, കുഴിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാന്ന്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു അപ്ഡേഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.